വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി, അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. നെന്മാറയിലെ ഇരട്ട കൊലപാതകം ചെയ്ത പ്രതിയെക്കുറിച്ച് സുധാകരൻ്റെ മകൾ പറയുന്നത്, ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇയാൾ നിരന്തരമായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന്. എന്നിട്ട് പോലീസുകാർ വരും, വിളിച്ചുകൊണ്ട് പോകും, വൈകുന്നേരം വിട്ടയക്കും. എൻ്റെ അമ്മയെ അയാൾ കൊന്നു. എന്നിട്ട് അയാളെ 4 വർഷം തീറ്റിപ്പൂ പറഞ്ഞയച്ചിരിക്കുന്നു. എന്നിട്ട് അയാളിപ്പോൾ എൻ്റെ വല്യമ്മയെയും അച്ഛനെയും കൊന്നു. ഇനി അടുത്തത് എന്നെയാകും. ഇവിടേക്ക് വരാനുള്ള പേടിയായതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. ഇനി എനിക്ക് ആരാണുള്ളത് എന്നിങ്ങനെ പറഞ്ഞാണ് സുധാകരൻ്റെ മകൾ മീനാക്ഷി പൊട്ടിക്കരഞ്ഞത്. സുധാകരൻ്റെ ഭാര്യ സജിതയെ 2019 വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന പ്രതി 1.5 മാസം മുമ്പാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷം നിരന്തരമായി മീനാക്ഷിയെയും സുധാകരനെയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടും ഇവർക്ക് യാതൊരുവിധ പരിഗണനയും ലഭിച്ചില്ല എന്നാണ് മീനാക്ഷി പൊട്ടിക്കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ടു മുതലേ സംശയരോഗിയായിരുന്ന ചെന്താമരയെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് അവരിപ്പോൾ അവരുടെ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത്. അത് സുധാകരൻ്റെ ഭാര്യ സജിത കാരണമാണെന്നുള്ള സംശയം തന്നെയാണ് സജിതയെ വെട്ടിക്കൊല്ലാൻ ചെന്താമരയെ പ്രേരിപ്പിച്ചത്. പക്ഷേ ഇയാൾ നിരന്തരമായുള്ള സംശയരോഗം പ്രകടിപ്പിച്ചതോടുകൂടിയാണ് ചെന്താമരയുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് പോയത്. കൃത്യം നടത്തിയ പ്രതി മലയിലേക്ക് ഓടിപ്പോയെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത്. ആ വഴിക്ക് അന്വേഷിച്ചു പോയ പോലീസ് കണ്ടത് പാതി കഴിച്ച് ഉപേക്ഷിച്ചു പോയ ഒരു വിഷക്കുപ്പിയാണ്. പക്ഷേ ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെന്താമര ചെയ്തതായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഇത്തരക്കാരെല്ലാം ജയിലിൽ നിന്ന് പുറത്തിറക്കാനേ പാടില്ലായിരുന്നു. അങ്ങനെയായെങ്കിൽ സുധാകരനും അമ്മ ലക്ഷ്മിയും ഇപ്പോഴും മീനാക്ഷിയുടെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. അച്ഛനും കൂടി പോയി കൊടുത്തതാണ്, പിന്നെ ഇവിടുത്തെ നാട്ടുകാർ പോയി കൊടുത്തതാണ്. എന്നിട്ട് അവരെന്താ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. വിളിച്ചു വരുത്ത അന്വേഷിക്കാൻ പറഞ്ഞിട്ട് പോയി. എനിക്കാണെങ്കിൽ ഇവിടെ വരെ പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ തന്നെ ഇരുന്നത്. അയാളെ രാവിലെ വിളിച്ചുകൊണ്ട് പോയി, അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടാക്കണം. അയാൾ എൻ്റെ അമ്മനെ എങ്ങനെയാണോ ചെയ്താൽ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അതൊന്നും പറഞ്ഞിട്ട് നീ പോലീസുകാർക്കൊന്നും മനസ്സിലാവാത്തത്. അവിടെയല്ലേ ഞാനും എൻ്റെ അച്ഛനും കൂടി വന്നത്. 29-ാം തീയതി ഡിസംബർ 29-ാം തീയതി ഞാൻ വന്ന് പരാതി കൊടുത്തതാ. ഭീഷണിപ്പെടുത്തണ എനിക്കും കൂടി പേടിയായി പറഞ്ഞിട്ടാണ് ഞാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ എൻ്റെ അച്ഛൻ ഇവിടെ വന്നതാ. എനിക്ക് പേടിയായി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വരാതിരുന്നത്. ഞാനും വന്നതാണെങ്കിൽ ഇപ്പൊ ഇതന്നെയല്ല എൻ്റെ അവസ്ഥ. അവസ്ഥ ഉണ്ടായത് ഇപ്പൊ എൻ്റെ അച്ഛൻ അതന്നെയല്ലേ ഉണ്ടായത്. നിങ്ങളുടെ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? അയാളെ നോക്കിക്കൊണ്ട അത് ചെയ്യും ഇത് ചെയ്യും. ഇവിടെയാണെങ്കിലും അയാൾക്ക് നന്നായി ഭക്ഷണം കൊടുത്തിട്ട് വിട്ടയച്ചിരിക്കണം. ഞങ്ങളുടെ കണ്ണീരിന് വിലയില്ല. അയാളുടെ സ്വഭാവം അങ്ങനെയാണ്. അയാൾ എന്തെങ്കിലും കള്ളം പറഞ്ഞു അങ്ങനെ വിടുകയാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ലാന്ന് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട് പോലീസിൽ വന്ന് പറഞ്ഞത്. അത് വിശ്വസിച്ചിട്ട് വിട്ടാച്ച എന്റെ അച്ഛനും അച്ഛമ്മയ്ക്കായിട്ട് പോയത്. ഇനി എനിക്ക് ആരാ ഉള്ളത്? എനിക്ക് ഭീഷണി. അയാൾ ഇങ്ങനെ ഓരോരുത്തരുടെ കൊല്ല. അയാളുടെ ഭാര്യ പണിക്ക് പോയത് ഞങ്ങളുടെയാണല്ലോ ഇതാക്കണ്. അത് പറഞ്ഞ് എനിക്ക് പേടിയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഞാനും അച്ഛനും കൂടെ 29-ാം തീയതി അടുത്ത ഡിസംബറിൽ പോയി കൊടുത്തതാണ്. അപ്പൊ അവർ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. എന്താ അന്വേഷിക്കണം? രാവിലെ അയാൾ വിളിച്ചിട്ട് 2 പോലീസുകാർ വന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം. അപ്പൊ അയാൾ ചോദിക്കാണ് തമാശയിൽ ഒന്ന് ഡ്രസ്സ് എടുത്തിട്ട് വരണോന്ന്. ഇങ്ങനെ അയാൾ എന്ത് ടൂർ പോയി കളിക്കാണോ ജയിലിൽ? ഇങ്ങനെ ഓരോന്ന് കൊല്ലം അങ്ങനെ പോകുക ജയിലിക്ക്. ഇങ്ങനെയാണ് അയാളുടേത്. ഇനി അയാളുടെ ജയിലിക്ക് കയറ്റാൻ തന്നെയല്ലേ നിങ്ങളും പോണത്? എന്താ ഇനി എന്നെ കൂടി കൊന്നിട്ട് പോട്ടെ. എന്റെ കുടുംബത്തിനാണല്ലോ എല്ലാവർക്കും കാണുന്നത്. ഞാനാണ് അച്ഛൻ വരുമ്പോ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അച്ഛൻ വരുമ്പോഴൊക്കെ ഞാനാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്. അയാൾ പേടിച്ചിട്ട് കഴിഞ്ഞാഴ്ച അച്ഛൻ വന്നിട്ടില്ല, ഞാനും വന്നിട്ടില്ല. ഞാനും വരുന്നില്ല പറഞ്ഞിട്ട് അച്ഛൻ ഇന്ന് ക്ഷേമനിധി കെട്ടാൻ വേണ്ടി മാത്രം ഇന്നലെ വന്നതാണ്. ഞാൻ ക്ഷേമനിധി കെട്ടാൻ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പേടിയാണ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ നെന്മാറയിൽ ഇരുന്നത്. ഇല്ലെങ്കിൽ ഞാനും അച്ഛൻ്റെ കൂടെ വന്നതാണെങ്കിലോ താമസിക്കാത്തത് ഇവിടെ പേടിയായിട്ട് തന്നെയാണ്. അത് 1 മാസം 1-2 മാസം വീട്ടിലേക്ക് പോകണം പറഞ്ഞാൽ ഞാൻ നേരെ വന്നത് പോലീസ് സ്റ്റേഷൻ. അവിടെ എല്ലാ പോലീസും കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ അന്വേഷിക്കാൻ എന്തെങ്കിലും എന്തെങ്കിലും നടപടി എടുക്കണ്ട. വെറുതെ ഓരോന്ന് ഇങ്ങനെ വരും. 5 ദിവസം പോലീസ് ഇവിടെ വന്ന് കളിക്കും, പിന്നെ അയാളുടെ ജയിലിൽ കൊണ്ടുപോകും. നഷ്ടപ്പെട്ടതൊക്കെ ഫുള്ള് ഞങ്ങൾക്കാണല്ലോ.